Hello everyone, welcome to the second video on Pilgrim at Tingo Creek. In the last video, we have discussed the first two paragraphs of the chapter and we'll continue with the classes on this in this video too. So here is the third paragraph of the chapter. I'll read it out. I have read about the giant water bug but have never seen one. Giant water bug is really the name of the creature, which is an enormous, heavy-bodied brown bug. It eats insects, tadpoles, fish, and frogs. Its grasping forelegs are mighty and hooked inward. It seizes a victim with these legs, hugs it tight, and paralyzes it with enzymes injected during a vicious bite. That one bite is the only bite it ever takes. Through the puncture shoot the poison that dissolves the victim's muscles and bones and organs, all but the skin, and through it the giant water bug sucks out the victim's body, reduced to a juice. This event is quite common in warm fresh water. The frog I saw was being sucked by a giant water bug. I had been kneeling on the island grass when the unrecognizable flap of frog skin settled on the creek bottom. Swaying, I stood up and brushed the knees of my palms. I couldn't catch my breath. So this is the third paragraph. So in the second paragraph, the author has been describing a creature which was there behind the frog, and there was only a shadow, and the author couldn't recognize what was that. ഇതിൻ്റെ ഷാഡോ ആണ് ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വ്യക്തമല്ല. ആൻഡ് ഇറ്റ് ഇസ് ഇൻ ദ തേർഡ് പാരഗ്രാഫ് ദാറ്റ് ഹി ഗിവ്സ് എ ബെറ്റർ പിക്ചർ ഓഫ് ദാറ്റ് ക്രീച്ചർ വിച്ച് ഇസ് ഹിഡൺ ബിഹൈൻഡ് ദ ഫ്രോഗ്. അപ്പോൾ എന്താണ് ആ ക്രീച്ചർ എന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് എ ജൈൻ വാട്ടർ ബഗ്. ഓക്കെ, സോ ദ ഷാഡോ ദാറ്റ് വാസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ് വാസ് ദാറ്റ് ഓഫ് എ ജൈൻ വാട്ടർ ബഗ്. അപ്പോൾ വാട്ടർ ബഗിൻ്റെ ഷാഡോ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. And the author says that she hasn't seen any water bug yet. ഇതുവരെ ഒരു വാട്ടർ ബഗിനെയും കണ്ടിട്ടില്ല. ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഷീ ഇസ് സീയിങ് എ വാട്ടർ ബഗ്. Giant water bug is really the name of a creature which is an enormous, heavy-bodied brown bug. അപ്പോൾ ഈ വാട്ടർ ബഗിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് കിട്ടുന്നത്. സോ വാട്ടർ ബഗ് ഇസ് ആൻ എനോറമസ്, വെരി ലാർജ്, ഹെവി ബോഡിഡ് ബ്രൗൺ ബഗ് ആൻഡ് ഇറ്റ് ഈറ്റ്സ് ഇൻസെക്ട്സ്, ടാഡ്പോൾസ്, ഫിഷ് ആൻഡ് ഫ്രോഗ്സ്. അപ്പം എന്താണ് ഇൻസെക്ട്സിനെയും ടാഡ്പോൾസ് എന്ന് വെച്ചാൽ ഫ്രോഗ്സിൻ്റെ കുഞ്ഞുങ്ങൾ, ടാഡ്പോൾസിനെയും പിന്നെ ഫ്രോഗ്സിനെയും ഒക്കെ ഭക്ഷിക്കുന്ന ഒരു പ്രാണി, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഒരു ബഗ് ആണ് വാട്ടർ ബഗ് എന്ന് പറയുന്നത്. ഐ തിങ്ക് യു ഹാവ് സീൻ. ഓക്കെ, ഒരു വലുപ്പമുള്ള ഒരു പ്രാണി. ഓക്കെ, ദെൻ അതിൻ്റെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷനാണ് പിന്നീട് ഓത്തർ നടത്തുന്നത്. ഇറ്റ്സ് ഗ്രാസ്പിംഗ് ഫോർലെഗ്സ് ആർ മൈറ്റി ആൻഡ് ഹുക്ഡ് ഇൻവേർഡ്സ്. സോ അതിൻ്റെ ഫോർലെഗ്സ് ഉപയോഗിച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ഇരയെ പിടിക്കുന്നത്. ആൻഡ് ദോസ് ഫോർലെഗ്സ് ആർ മൈറ്റി ആൻഡ് ഹുക്ഡ് ഇൻവേർഡ്സ്. ഉള്ളോട്ട് വളഞ്ഞിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫോർലെഗ്സ് ആണ് ഈ വാട്ടർ ബഗിനുള്ളത്. It seizes a victim with these legs, hugs it tight, and paralyzes it with enzymes injected during a vicious bite. So what does this water bug do? അതിൻ്റെ ഈ ഫോർലെഗ്സ് ഉപയോഗിച്ചിട്ട് ഇറ്റ് സീസസ്, അത് ഈ വിക്ടിമിനെ, ഈ ഇരയെ പിടിക്കുന്നു, അതിനെ മുറുകെ പിടിക്കുന്നു. ഹഗ്സ് ഇറ്റ് ടൈറ്റ് ആൻഡ് പാരലൈസസ് ഇറ്റ്. അതിനെ എങ്ങനെയാണ് പാരലൈസ് ചെയ്യുന്നത്? അത് ഒരു വട്ടം അതിൻ്റെ ഇരയെ കടിക്കും. ആ കടിക്കുന്ന സമയത്ത് അതിൻ്റെ ബോഡിയിൽ നിന്നും കുറച്ച് എൻസൈംസ് ഈ ഇരയുടെ ബോഡിയിലോട്ട് അത് ഇൻജെക്റ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് വൺ ബൈറ്റ് ഇസ് ദ ഓൺലി ബൈറ്റ് ഇറ്റ് എവർ ടേക്സ്.
ആ ഒരൊറ്റ കടിയിലൂടെയാണ് അത് ആ ഇരയെ തളർത്തി കളയുന്നത്. ആ എൻസൈംസിനെ കൊടുക്കുകയും ആ എൻസൈംസിനെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ എൻസൈംസ് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവുമല്ലോ, കടിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഓപ്പണിങ്ങിലൂടെ പിന്നീട് അത് എന്ത് ചെയ്യും, അതിൻ്റെ ബോഡിയിലോട്ട് കുറച്ച് പോയ്സൺസ് ഇഞ്ചെക്ട് ചെയ്യും, വിഷം ഇഞ്ചെക്ട് ചെയ്യും. ഓക്കെ, so that one bite is the only bite it ever takes. Through the puncture shoot the poison that dissolves the victim's muscles and bones and organs, all but the skin, and through it the giant water bug sucks out the victim's body reduced to a juice. അപ്പം എന്താ ചെയ്യുന്നത്, ആ ഒരു ദ്വാരത്തിലൂടെ അതെന്ത് ചെയ്യും, പോയ്സൺ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ആൻഡ് ആ ഒരു പോയ്സൺ അതിൻ്റെ ബോഡിയിലോട്ട് വരുമ്പം ഈ ഇരയുടെ ഉള്ളിലുള്ള ബോൺസ്, മസിൽസ്, ഓർഗൻസ് ഒക്കെ എന്തായി പോവുകയാണ് ചെയ്യുന്നത്, ഡിസോൾവ് ആയി പോവുകയാണ്, അലിഞ്ഞു ചേർന്ന് പോവുകയാണ്. എന്നിട്ട് ആ ഒരു ഇരയുടെ ബോഡി എന്ന് പറയുന്നത് ഒരു മിയർ ജ്യൂസ് ആയിട്ട് മാറുകയാണ്. ഈ ജ്യൂസിനെ പിന്നീട് വാട്ടർ ബഗ് എന്ത് ചെയ്യും, സക്ക് ചെയ്ത് കുടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കാഴ്ചയാണ് അവിടെ നമ്മുടെ ഓഥർ കാണുന്നത്. And reduced to a juice. This event is quite common in warm fresh water. The frog I saw was being sucked by a giant water bug. I had been kneeling on the island grass. So ഈ ഒരു ആക്ട്, ഈ ഒരു ഈവൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ഓഥർ എന്ത് ചെയ്യാണ്, മുട്ടുകുത്തി വളരെ സൂക്ഷ്മമായിട്ട് അതിനെ വീക്ഷിക്കുകയാണ്. And I was kneeling on the island grass when the unrecognizable flap of the frog skin settled on the creek bottom. അപ്പം ഇതിനെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള ജ്യൂസിനെ ഈ വാട്ടർ ബഗ് വലിച്ചു കുടിക്കുന്നതും എല്ലാം കഴിഞ്ഞ് ആ ഫ്രോഗിൻ്റെ ശരീരം വെറും ഒരു സ്കിന്നിൻ്റെ പാളി മാത്രമായി മാറുകയും ആ പാളി പിന്നീട് ആ ഒരു അരുവിയുടെ അടിത്തട്ടിലോട്ട് ഇങ്ങനെ താന്നു പോകുന്നതൊക്കെ ഈ ഓഥർ ഇങ്ങനെ കേട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. Swaying, I stood up and brushed the knees of my pants. I couldn't catch my breath. So this act was really shocking for the writer. So he couldn't catch my breath. അപ്പം the author was really shocked by this event. അപ്പോൾ ആ ഒരു ഇവൻറ്റും പിന്നെ ആ വാട്ടർ ബഗിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷനുമാണ് തേർഡ് പാരഗ്രാഫ് നമ്മുടെ ഓഥർ ഡിവോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, then here is the fourth paragraph. Of course, many carnivorous animals devour their prey alive. The usual method seems to subdue the victim by downing or grasping it so it can't flee, then eating it whole or in a series of bloody bites. So ഇരകൾ എങ്ങനെ, ഈ കാർണിവോറസ് ആനിമൽസൊക്കെ ഇരകളെ എങ്ങനെ പിടിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ജീവി അതിൻ്റെ ഇരയെ പിടിക്കുന്നത്, അതിനെക്കുറിച്ചിട്ടുള്ളൊരു ജനറൽ ഡിസ്ക്രിപ്ഷനാണ് ഈ ഒരു ഫോർത്ത് പാരഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം മിക്ക കാർണിവോറസ് ആയിട്ടുള്ള ആനിമൽസ്, കാർണിവോറസ് എന്ന് വെച്ചാൽ ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ് ലൈക്ക് ലയൺ, ടൈഗർ, അതേപോലെയുള്ള ആനിമൽസൊക്കെ എന്താണ് ചെയ്യുക, അതിൻ്റെ ഇരകളെ ജീവനോടെ കഴിക്കുകയാണ് ചെയ്യുക. ദേ ക്യാച്ച് ദ പ്രേ, ദേ ഡിവോർ ദെയർ പ്രേ അലൈവ്. The usual method seems to subdue the victim by drowning or grasping it so it can't flee, then eating it whole or in a series of bloody bites. So they catch hold of this victim and അതിനെന്ത് ചെയ്യാണ്, ഗ്രാസ്പ് ചെയ്ത് വളരെ ടൈറ്റായിട്ട് അവർ ഹോൾഡ് ചെയ്യുകയും then they either they heat it as a whole or they consume them with a series of bloody bites. Frogs eat everything whole, stuffing prey into their mouth with their thumbs. Okay, അപ്പോൾ ഫ്രോഗ്സിൻ്റെ കേസസ് ഡിഫറെൻറ്റ് വെൻ ഇറ്റ് ദാൻ ദസ് കാർണിവോറസ് ആനിമൽസ്. ഫ്രോഗ്സ് ഇങ്ങനെയാണ് കഴിക്കുക, ഒറ്റ ബൈറ്റിന് അതിൻ്റെ ഇരകളെ കഴിക്കുന്ന ആൾക്കാരാണ് ഫ്രോഗ്സ്. People have seen frogs with their wide jaws so full of live dragonflies they couldn't close them. അപ്പം ഈ ഫ്രോഗ്സിനെ നമ്മൾ പലപ്പോഴും സ്പോട്ട് ചെയ്യുക, വായ മുഴുവൻ ഈ ഡ്രാഗൺ ഫ്ലൈസ് പോലെയുള്ള കുറേ പാറ്റകളെയൊക്കെ കുത്തി നിറച്ച് ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്ന ഫ്രോഗ്സിൻ്റെ ആ ഒരു പിക്ചർ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാകും. അങ്ങനെയാണ് ഫ്രോഗ്സ് ഇരയെ പിടിക്കുക. ഒറ്റ ചാട്ടത്തിന് കയറി പിടിച്ചു കഴിഞ്ഞിട്ട് പലപ്പോഴും അതിൻ്റെ വായിലോട്ട് അതിനെ മൊത്തമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഒറ്റ രീതിയിൽ ഇങ്ങനെ ആക്കുന്നു, പിന്നെ അത് പതുക്കെ വായിലോട്ട് ഇങ്ങനെ എന്താ ചെയ്യുക,
വായിലോട്ട് എടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതേ പിടിച്ചിരിക്കുന്ന ഫ്രോഗ്സിൻ്റെ പിക്ചറൊക്കെ നമ്മൾ വി ആർ ക്വൈറ്റ് ഫെമിലിയർ വിത്ത്. ഓക്കെ, ആൻഡ് ആൻസ് ഡോണ്ട് ഈവൻ ഹാവ് ടു ക്യാച്ച് ദെയർ പ്രേ. ഉറുമ്പുകളുടെ കേസ് വ്യത്യസ്തമാണ്. ദേ ഡോണ്ട് ക്യാച്ച് ഹോൾഡ് ഓഫ് ദെയർ പ്രേ. അവരെന്താ ചെയ്യുക? ഇൻ ദ സ്പ്രിങ് ദേ സ്വാം ഓവർ ന്യൂലി ഹാച്ച്ഡ് featherless birds in the nest and eat them tiny bite by bite. So they come as a group. അവരെന്താ ചെയ്യുക? ഒരു കൂട്ടമായിട്ട് വന്നിട്ട് അവരെന്ത് ചെയ്യും? ഈ എന്തേലും ഈ ഫെദർ ഇല്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിനെ അത് കഴിക്കാൻ പോവുകയാണെങ്കിൽ അതിനെ പൊതിഞ്ഞിട്ട് മൊത്തമായിട്ട് അവർ കൂട്ടമായിട്ടാണ് ഇവർ. എന്നിട്ട് അത് ആ ഇരയെ പൊതിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? ഓരോ ബൈറ്റായിട്ട് ഇങ്ങനെ പതുക്കെ കഴിക്കുകയാണ് ചെയ്യുക. Okay, so fourth paragraph is devoted to the description of how an animal catch hold of their prey. എങ്ങനെയാണ് ഈ ജീവികൾ അവരുടെ ഇരകളെ പിടിക്കുന്നത്? വാട്ടർ ബഗിൻ്റെ കേസ് പറയുന്നുണ്ട്. പിന്നെ മറ്റ് ആനിമൽസിനെ അല്ലെങ്കിൽ മറ്റ് ജീവികളെ കുറിച്ചിട്ടുള്ള ഒരു ജനറൽ ഡിസ്ക്രിപ്ഷനും we can see in the fourth paragraph. Okay, so that's all about this video. We'll continue with the classes on the next video. I hope we can conclude the chapter in the next video. Till then, stay safe. Thank you.